പരാമർശൽ പറഞ്ഞാൽ എന്താ? അവസാനം ഓടി നമുക്കിപ്പോൾ അതല്ലേ അറിയേണ്ടത്. അവസാനം പരാമർശ, അങ്ങനെ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കള്ളനെ പിടിച്ചു. പിടിച്ചിട്ട് എന്താ ചെയ്തതെന്നല്ലേ? യശോദ 2 കൈയും കൂട്ടിക്കൊണ്ട് പിടിച്ചു. ആരുടെ? ചെറിയ ഉണ്ണിയാട്ടോ, 2 വയസ്സൊന്നും ആയിട്ടില്ല. 2 കൈയും കൂട്ടിപ്പിടിച്ച് വലത്തെ കയ്യിൽ വടി പിടിച്ചിട്ട് ആ അമ്മ ആ കണ്ണനെ അടിക്കാൻ പോവുക. അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൃതാഗസന്തം പ്രരുദന്തം. പ്രരുദന്തം പറഞ്ഞാൽ എന്താ അർത്ഥം? രുദന്തം പറഞ്ഞാൽ കരയ. ഉണ്ണി കരച്ചിൽ തുടങ്ങി, നല്ല കരച്ചിൽ. എന്തിനാ കരയണത്? അമ്മേനെ 2 കയ്യും കൂട്ടിപ്പിടിച്ചു. അമ്മേനെ തല്ലല്ല അമ്മേ, അമ്മയെ തല്ലല്ല അമ്മ, ഒരു പാത്രമല്ലേ പൊട്ടിച്ചു, എത്ര പാത്രമാണ് അമ്മേനെ ഞാൻ തല്ലില്ല അമ്മേ, അമ്മേനെ ഞാൻ ഒരു പാത്രം പിതുങ്ങി കരയാന്ന് പറയും. കണ്ടിട്ടില്ല അങ്ങനെ കൊച്ചു കുട്ടികൾ ആ ശിക്ഷ കിട്ടാൻ പോവാന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു കരച്ചിലല്ലേ. ഇവിടെ ആരാ കരയണത്? സാക്ഷാൽ ഭഗവാനാണ്. രുദന്തം എന്ന് പറഞ്ഞാൽ പോരായൊന്നുമില്ല. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു അല്ല, പ്രരുദന്തം. എന്താ അർത്ഥം? നല്ലതുപോലെ തന്നെ കരയാണ് അല്ലേ. അക്ഷിണീ കഷന്തമഞ്ജന്മഷിണി സ്വപാണിന. പാണിന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൈ കൊണ്ട്, ഏകവചന. 2 കൈകൊണ്ടും കണ്ണീര് തുടച്ചില്ല അത്രേ. ഒരു കൈ കൊണ്ടാണ് ഭഗവാൻ ആ കണ്ണുനീര് തുടച്ചത്. അതെന്തായിരിക്കും കാരണം? ആ ശ്ലോകം വായിച്ചു നോക്കൂ. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമഞ്ജന്മഷിണി സ്വപാണിന. ആ ഉണ്ണിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഭഗവാനെ പേടിയുണ്ടോ? ചോദിക്കണം. ഈ സാധാരണ ശാസ്ത്രമൊക്കെ പഠിക്കണ സമയത്ത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുകയെന്ന് വിചാരിക്കും. ബ്രഹ്മസൂത്രത്തിൽ നിരവധി സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സൂത്രം പഠിക്കണ സമയത്ത് ആദ്യം പൂർവപക്ഷമൊക്കെ ചിന്തിക്കണം. എളുപ്പമൊന്നുമല്ല. പൂർവപക്ഷമൊക്കെ ചിന്തിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് അതിൻ്റെയൊക്കെ ഉത്തരം കിട്ടണം. എന്നിട്ടാണ് ബ്രഹ്മസൂത്രമൊക്കെ ഇരുന്ന് പഠിക്കാൻ കാലം കുറേ പിടിക്കും. അപ്പം അനേകം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം നമുക്ക് കൃത്യമായ ശരിയായ ജ്ഞാനമുണ്ടാകാൻ. അപ്പം നമുക്ക് വെറുതെ ഒരു ചോദ്യം ചോദിക്കാമല്ലോ അല്ലേ? എന്താ ചോദ്യം? ശരിക്കും ഭഗവാനെ പേടിയുണ്ടോ? കുട്ടിക്കരഞ്ഞു എന്നല്ലേ പണ്ടാരോ ചോദിച്ചല്ലോ. എന്താ? ചെന്താമരൻ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ള. അത് ഈ കഥ കണ്ടില്ല എന്നാക്കി തോന്നണത്. ഈ കഥ എഴുതിയ ആരും കേട്ടിട്ടില്ലേ? കേൾക്കാണ്ടിരിക്കാൻ വഴി. എന്നാൽ ഇന്നാണ് കൃഷ്ണാവതാരത്തിൽ ഭഗവാനിതാ പ്രരുദന്തം. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? കൃഷ്ണൻ കരഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്ന് മനസ്സിലായില്ലേ? വാസ്തവത്തിൽ ഭഗവാൻ അങ്ങനെ പേടിയുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കണത്. ഈ പൂർവപക്ഷം ചോദിക്കണ മാതിരി ഈ കൃഷ്ണൻ ആരാ? ഈ കൃഷ്ണൻ വാസ്തവത്തിൽ പരബ്രഹ്മമാണ്. നിരീഹം നിരാകാരം ഓങ്കാരഗമ്യം. ഓങ്കാരത്തൊക്കെ എത്രയോ കാലം ഉപാസിച്ചാലൊക്കെ ഒരുപക്ഷെ ഭഗവാനെ കിട്ടിയേക്കാം, കിട്ടിയില്ല എന്നും വരാം. കിട്ടിയില്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ആൾക്കാർ വീണ്ടും ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ട അഭിജായതേ. അങ്ങനെ യോഗഭ്രഷ്ടന്മാർ നല്ല നല്ല കുടുംബത്തിലോ ഒക്കെ വന്ന് പറന്ന് അവർ വീണ്ടും പരിശ്രമിച്ചിട്ടൊക്കെയാണ് അവർക്ക് ആരെ കിട്ടുക? ഈ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുക. ഈ പരബ്രഹ്മത്തെ പറ്റി വേദങ്ങൾ എന്താ പറയണത്? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതിപ്പോൾ എങ്ങനെയാ പറഞ്ഞു തരിക നിങ്ങൾക്ക്? ഭഗവാനെ പേടിച്ചിട്ടാണ് വേദങ്ങൾ പറയുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതെങ്ങനെയാ ചോദിച്ചപ്പോൾ എങ്ങനെയാ പറഞ്ഞത്? അങ്ങനെയാണത്. പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും നടക്കുന്നത് ആരെ ഭയപ്പെട്ടിട്ടാണ്? ഈ കൃഷ്ണനെ ഭയപ്പെട്ടിട്ടാണ്. യൽഭിത്യോദേതി സൂര്യോ ദഹതി ചദഹനോ വാദി വായുസ്തധാന്യേ യൽഭീതാം പത്മജാദ്യാഃ പുനരുചിതബലീനാഹരന്തേനുകാരം യേനൈവാരോ വിദാപ്രാങ് നിജപദമഭിദേച്യാവിദാരശ്ച പശ്ചാൽ തസ്മൈ വിശ്വം നിയന്ത്രേ ഭയമഭിഭവതേ കൃഷ്ണ കുമ്മ പ്രണാമം. ആ വേദങ്ങളുടെ സാരം ഭട്ടപാദര് എൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ നാരായണീയത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അപ്പം നോക്കി ലീല മനസ്സിലും. യൽ ഭീത്യ ഉദേതി. ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് സൂര്യൻ ദിവസേന ഉദിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ.
സൂര്യൻ ഉദിക്കുന്നത് ഭഗവാനെ പേടിച്ചിട്ടാണ്. യൽഭീത്യോദേതി സൂര്യ. അതിന് വേറെ ഉത്തരമൊന്നുമില്ല, അത് അന്വേഷിക്കും വേണ്ട. ഈ ഭഗവാനെ ഭയപ്പെട്ടിട്ടാണ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത്. അതാണ് ശാസ്ത്രം, അതാണ് സത്യം. അതിന് വേറെ യാതൊരു ഉത്തരവിനെ അന്വേഷിച്ചു പോണ്ട. യൽഭീത്യോദേതി സൂര്യ ദഹതിജ ദഹനഃ. അഗ്നി ജ്വലിക്കുന്നത് ഭഗവാനെ ഭയപ്പെട്ടിട്ടാണ്. പിന്നെ യൽഭീത്യോദേതി സൂര്യോ ദഹതിജ ദഹനോ വാതി വായു. വായുഹു വാതി, ഈ കാറ്റ് വീശുന്നതൊക്കെ ഭഗവാനെ ഭയപ്പെട്ടിട്ടാണ്. പിന്നെ തഥാന്യേ യൽഭീതാഹ പത്മജാദ്യാഹ. ബ്രഹ്മാവ് മുതലായ ആൾക്കാരൊക്കെ വേണ്ട സമയത്ത് ഭഗവാനെ പേടിച്ചിട്ടാണ് ഭഗവാന് ബലി സമർപ്പണം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൂവുണ്ടാവുന്നതും ഫലങ്ങളുണ്ടാവുന്നതും നദികൾ ഒഴുകുന്നതും സമുദ്രം എന്താ കരയിലേക്ക് കയറി വരാത്തത്? സമുദ്രതീരത്ത് പോയി നോക്കിയാൽ കാണാം അല്ലേ, വലിയ സമുദ്രം കാണാം, ചക്രവാളം കാണാം. ഭൂമിക്ക് ഗോളാകൃതിയാണ് നമുക്കറിയാം. പക്ഷേ ഭൂമിയിലുള്ള സമുദ്രമൊന്നും ഈ മനുഷ്യന്മാരൊന്നും താമസിക്കുന്ന കരയിലേക്ക് കയറി വരണില്ലല്ലോ. മനസ്സിലായില്ല അല്ലേ? ഭൂമിയുടെ ഏകദേശം ഭൂഗോളത്തിൻ്റെ ഒരു 75% ഭാഗം എന്താണ്? സമുദ്രമാണ്. ഒരിത്തിരി ഭാഗത്തേ കരയുള്ളൂ. ആ സമുദ്രം ഒന്നായിട്ട് കൂറ്റൻ തിരമാലകളുമായിട്ട് കരയിലേക്ക് കയറി വന്നാൽ പിന്നെ ആരവിടെ ബാക്കി ഉണ്ടാവുക? എന്താ അങ്ങോട്ട് കയറി വരാത്തത്? ഭഗവാനെ പേടിച്ചിട്ടാണ്. വേദമാണ് പറയണത്. അപ്പോൾ വേദം പറയുന്നു ഭഗവാനെ ഭയപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ആ തിരമാല തീരത്ത് വന്ന് അവിടെ അങ്ങനെ നിന്ന് പിന്നെ തിരിച്ചങ്ങോട്ട് പോവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെല്ലാവരും ആരെ ഭയപ്പെടുന്നുണ്ട്? ഈ അമ്പാടിയിൽ തലയിൽ പീലിയും വെച്ചിരിക്കുന്ന ഈ ലീലാവിലാസങ്ങളെല്ലാം ചെയ്യുന്ന ഭഗവാനെ അല്ലയോ പരീക്ഷിത്തെ ഭയപ്പെടുന്നുണ്ട്. ആ ഭഗവാനാണ് ഇപ്പോൾ അമ്മ അടിക്കുമോ എന്ന് വിചാരിച്ച് പേടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ എനിക്ക് സംശയം തോന്നിയത്. എന്ത് ഈ കണ്ണന് ശരിക്കും പേടിയുണ്ടോയെന്ന്. ഇപ്പം എന്താ പേടിക്കാൻ കാരണം? ആ ശ്ലോകം വായിച്ചു നോക്കൂ. കൃതാഗസന്തം, കൃതാഗസനായിരുന്നു. കൃതാഗസൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന് തോന്നി ഇത്ര ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടല്ലേ വന്നിരിക്കണത്. പാത്രം പൊട്ടിച്ചു, അമ്മ തയ്യാറാക്കിയ ആ വെണ്ണയൊക്കെ ഞാനെടുത്ത് പല പല ജീവജാലങ്ങൾക്കും കൊടുത്തു. അപ്പോൾ ഭഗവാന് തന്നെ തോന്നി ഇത്ര ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്ത ഒരാളെ പോലെ ഭഗവാൻ നിൽക്കുക. കൃതാഗസന്തം പ്രരുദന്തമക്ഷിണി. ആ ഉണ്ണി വല്ലാതെ പേടിച്ചു എന്ന് കണ്ടപ്പോൾ യശോദ എന്ത് ചെയ്തു? ത്യക്ത്വാ യഷ്ടിം. യഷ്ടി പറഞ്ഞാൽ വടി അടിച്ചില്ല കേട്ടോ. കണ്ണനെ അടിച്ചിട്ടേ ഇല്ല. അടിക്കാൻ വേണ്ടി ആ 2 കുഞ്ഞി കയ്യും പിടിച്ചു അങ്ങനെ ഓങ്ങി നിന്നു, അത്രയേ ഉള്ളൂ. ആ ഉണ്ണിയുടെ ഭാവം കണ്ടപ്പോൾ യഷ്ടിം ത്യക്ത്വാ വടി വലിച്ചെറിഞ്ഞു. അപ്പം ആർക്ക് സമാധാനമായി? കരച്ചിലുകൊണ്ട് കൂടണ്ടായി. ഉണ്ണി കരഞ്ഞതുകൊണ്ട് ഗുണമുണ്ടായി. അപ്പോൾ അമ്മ വടി വലിച്ചെറിഞ്ഞു. ഇനി വടിയൊണ്ടൊന്നും പ്രയോഗമില്ല. ഒരു കൈ വിട്ടു കണ്ണൻ്റെ ഒരു കൈ വിട്ടപ്പോൾ കുറച്ചും കൂടി ആശ്വാസമായി. എന്നിട്ടാണ് ആ 2ാമത്തെ കൈ കൊണ്ട് സ്വപാണിന. എന്നെന്താ? അമ്മ ഒരു കൈ പിടിച്ചിട്ടിട്ട് സ്വപാണിന, പക്ഷെ ഒരു കൈ ഒഴിവാണ്. ആ ഒഴിഞ്ഞ ആ കൈ കൊണ്ട് എന്ത് ചെയ്തു? കൃതാഗസന്തം പ്രരുദന്തം അക്ഷിണീ കഷന്തമഞ്ജൻ മഷിണി. മഷി പറഞ്ഞാൽ എന്താ? ഇവിടെ എന്തൊരു മഷിണി പറഞ്ഞാൽ യശോദ കണ്ണെഴുതിക്കും. ആരെ? ആ അമ്മ എന്നും കണ്ണന് നന്നായിട്ട് കണ്ണെഴുതിക്കും, വാലൊക്കെ ഇട്ട് കണ്ണെഴുതിക്കും. അതാണ് മഷിണി എന്ന് പറഞ്ഞത്. ഇതൊരു ഭംഗിയാ ഭഗവാന്റെ കണ്ണ് കാണാനല്ലേ. ഇപ്പോൾ ഭഗവാൻ ആ ഒരു കൈ കൊണ്ട്, ഒരു കൈ അമ്മ പിടിച്ചിരിക്കുകയാണ്, മറ്റേ കൈ കൊണ്ട് തൻ്റെ 2 ആ കണ്ണുകളും ഇങ്ങനെ കരഞ്ഞ് കണ്ണീരൊഴുകുന്ന കണ്ണുകളിങ്ങനെ അതിങ്ങനെ കണ്ണീര് ഇങ്ങനെ തുടച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെ എന്തൊരു സങ്കടമായിട്ട് ആ കണ്ണീരൊക്കെ തുടച്ചപ്പോൾ ആ മഷി എവിടെയായിട്ടുണ്ട്? ആ കൺമഷിയൊക്കെ ആ കണ്ണൻ്റെ മനോഹരമായ കവിളിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നെറ്റിയിലൊക്കെ തുറക്കേണ്ടപ്പോൾ അവിടെ ആയിട്ടുണ്ട്. എന്തൊരു കണ്ണനാ അല്ലേ. ഈ കണ്ണനെ മറക്കരുത് കേട്ടോ. ഇങ്ങനെ ആ കണ്ണീര് തുടച്ച് ഈ കണ്ണൻ അമ്മയുടെ പിന്നാലെ നടക്കുകയാണ്. എന്നിട്ട് യശോദയ്ക്ക് തോന്നി ഏതായാലും അവനെ അടിക്കണ്ട, പക്ഷേ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം എന്ന് ആർക്ക് തോന്നി? യശോദയ്ക്ക് തോന്നി. അപ്പോൾ പരീക്ഷിച്ചിരുമ്പോൾ കഥ കേൾക്കണ്ടേ? ഈ പഴയ ആൾക്കാരൊക്കെ കഥ പറയുമ്പോൾ എന്താണ്ടായതാണ് അവർ പറയില്ല.
അതിങ്ങനെ പറയാണ്ട് വെക്കുമ്പോഴാണല്ലോ ആ കഥയ്ക്കൊരു രസം ഉണ്ടാവുമല്ലേ. അപ്പം ശ്രീ ശിവബ്രഹ്മർഷി വിസ്തരിച്ചാണ് കഥ പറയണത്. പിന്നെ ആ ഉണ്ണിയെയും കൊണ്ട് യശോദ അങ്ങനെ നടക്കുകയാണ്. തമ്മത്വാത്മജം അവ്യക്തം ആത്മജം അവ്യക്തം മർത്യലിംഗമധോക്ഷജം ഗോപികോലൂഹലേദാമ്ന ബബന്ധ പ്രാകൃതം യഥ. അപ്പം യശോദയ്ക്ക് എന്താ തോന്നിയത്? ഈ ഉണ്ണി മർത്യലിംഗമധോക്ഷജം, ഈ ഉണ്ണി ഒരു മനുഷ്യരൂപത്തിൽ വന്നോ എന്നല്ലേ അമ്മയ്ക്ക് തോന്നിയതല്ലേ. അപ്പോൾ ഉണ്ണിയെ എന്ത് ചെയ്യാം? പിടിച്ചു കെട്ടിടാന്ന് വിചാരിച്ചു. മർത്യലിംഗനാണെ പിടിച്ചു കെട്ടിയിടാം അല്ലേ, ഒരു സാധാരണ മനുഷ്യക്കുട്ടിയാണെ പിടിച്ചു കെട്ടിയിടാം. യശോദ എങ്ങനെയാണ് വിചാരിച്ചത്? ഇതൊരു സാധാരണ കുഞ്ഞാണ് എന്ന് വിചാരിച്ച് യശോദ എന്ത് ചെയ്തു? കയറ് കൊണ്ടു. നീ എവിടുന്നേ കയറ് കിട്ടിയത്? എനിക്ക് തോന്നണത് ആ തൈര് കലക്കാൻ വെച്ച അവിടെ ഒരു രജ്ജുണ്ട് എന്ന് പറഞ്ഞല്ലേ? അതന്നെയാണോ അതല്ല വേറെ കയറാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും രജ്ജു ഇപ്പം എവിടെ എത്തി? കയറ് ആരുടെ കയ്യിൽ കിട്ടി? യശോദയുടെ കയ്യിൽ കയറ് കിട്ടി. യശോദ കയറെടുത്തിട്ട് എന്ത് ചെയ്തു? ഇനി എല്ലാ വേദാന്തികളും ഇവിടെ നോക്കിയിരിക്കണേ. ഈ വേദാന്തികൾക്ക് എപ്പോഴും ഉണ്ടൊരു കയറിൻ്റെ കഥ പറയാൻ. ഇനി രജ്ജു എന്നാ പറയുക. ഒരു സകല വേദാന്ത ശാസ്ത്രങ്ങളും പറയാൻ വേണ്ടി അവരൊരു കയറിൻ്റെയും ഒരു പാമ്പിൻ്റെയും കഥ മണിക്കൂറുകളോളം ഇരുന്ന് യുഗങ്ങളോളം ഇരുന്ന് അവർ ചർച്ച ചെയ്യും. എന്നിട്ടിപ്പോൾ ഒരു തീരുമാനമായിട്ടുമില്ല. എന്നിട്ടിപ്പോൾ ഈ കയറിൻ്റെയും പാമ്പിൻ്റെയും കഥ എത്രയോ യുഗങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇപ്പോഴും അവ്യക്തം തേ സ്വരൂപം. ഭട്ടപാദർ അതൊക്കെ നാരായണീയത്തിൽ ചെയ്തിട്ട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ, യോയാവാൻ യാദൃശോവാത്വം, അങ്ങ് ആരാണ്? അങ്ങയുടെ രൂപം എന്താണ്? അങ്ങയുടെ മഹിമ എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്നാര് പറയുന്നുണ്ട്? നാരായണീയം വായിച്ചു നോക്കൂ. ഭട്ടപാദര് പറയുന്നുണ്ട്, ഭൂഷാസു സ്വർണവദ്വ ജഗതി ഘടശരാവാദികേ മൃത്തികാവൽ തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തരധുനാപ്യദ്വിതീയം ബപുസ്തേ സ്വപ്നദ്രഷ്ടും പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ചയദ്വൽ. അവിടെയും കാണാം ഒരു രജ്ജു. എത്രയാ കയറിൻ്റെ കഥ അല്ലേ. വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അവിടെ എന്ത് കാണാം? ഒരു കയറ് കാണാം. ഇപ്പോൾ പാവം ഈ യശോദമ്മയുടെ കയ്യിലെത്താം ഒരു കയറ്. ആ കയറെടുത്തിട്ട് ആരെ കെട്ടാൻ പോവുക? ഈ നിന്നെ കെട്ടിയിടുന്നു പറഞ്ഞു. എന്നിട്ട് ആ ഉരലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഉരൽ വിലങ്ങത്തിൽ അവിടെ വെച്ചു. യശോദ ആദ്യം കെട്ടിയത് ഉരലിൻ്റെ മുകളിലാണ് അത്രേ. അത് എളുപ്പമുള്ള കാര്യം ആദ്യം ചെയ്യാവോതായില്ല. ഉരലിൻ്റെ മുകളിലായ യശോദ കയറങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞു. അപ്പം കണ്ണൻ ആലോചിച്ചു, അമ്മ എന്തിനാ ഉരലിൻ്റെ മുകളിൽ കയറുകൊണ്ട് കെട്ടണത്? അപ്പോൾ കണ്ണൻ എന്താ വിചാരിച്ചതെന്നറിയോ? ഉണ്ണി, എനിക്കെതിരെ ദേഷ്യം തോന്നിയെന്നൊക്കെയുള്ളൂ. ശരിക്കും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അമ്മ അടിക്കാൻ നോക്കിയാൽ എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നീ ഉരലിൻ്റെ മുകളിൽ അമ്മ കയറ് കെട്ടിയിട്ടുണ്ട്, ഉണ്ണിതിങ്ങനെ വലിച്ചു നടന്നോളൂ, രസമാണ്. ഞാൻ അടുക്കളയിൽ പോയിട്ട് അച്ഛനും ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ആര് വിചാരിച്ചത്? ഈ കുട്ടികൾക്ക് നമ്മളൊക്കെ ഓരോന്ന് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടുണ്ടാക്കി കൊടുക്കല്ലേ. അപ്പോൾ പാവം കൃഷ്ണൻ എന്താ വിചാരിച്ചതെന്നറിയോ? അമ്മ എനിക്ക് കളിപ്പാട്ടം നേരെയാക്കി തന്നതാണ്. അവിടെ ഒരു കുഞ്ഞി ഉരലുമുണ്ട്, അതിൻ്റെ മുകളിൽ കയറും തന്നു. ഉണ്ണി, നീ കയറും വലിച്ചു, എന്നെ കൊണ്ടാവില്ല നിൻ്റെ പിന്നാലെ നടക്കാൻ. നിൻ്റെ പിന്നാലെ നടന്നാൽ എൻ്റെ ഈ വീട്ടിലെ കാര്യമൊന്നും എനിക്ക് തീരില്ല. അതുകൊണ്ട് നീ ഇവിടെ കളിക്ക്, എന്താ വെച്ചാൽ കാണിച്ചോ. ഈ അടുക്കളയിൽ പോകണം, അച്ഛൻ കാത്തിരിക്കുന്നുണ്ട്, നന്ദഗോപുരം ഊണ് കഴിക്കാൻ കാത്തിരിക്കണില്ലേ. അപ്പം തനിക്ക് അമ്മ നല്ലൊരു കളിപ്പാട്ടം. എന്താ അത്? ഉരലും കയറും. പാമ്പും കയറും അല്ല വേദാന്തികളെ. ഞെട്ടിപ്പോയി ഇത്രയും വേദാന്തികൾ. ഉരലും കയറും. ഉരലിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? കയറുകൊണ്ട് ഒരു കെട്ട് കെട്ടി. എന്നിട്ട് തനിക്ക് കളിപ്പാട്ടം തരുന്ന ആര് വിചാരിച്ചത്? ഉണ്ണി വിചാരിച്ചത്. പക്ഷേ ഭഗവാൻ വിചാരിച്ചത് ഒന്നല്ല ഉണ്ടായത്. ആ കെട്ടങ്ങട് കഴിഞ്ഞപ്പോൾ യശോദ നിലത്തിരിക്കുക. നിലത്താ അമ്മ ഇരിക്കണത്. എന്നിട്ട് പറഞ്ഞു അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഉണ്ണി മെല്ലെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? അതെ, നിന്നെ ഞാൻ ഈ കയറുകൊണ്ട് ഉരല് കെട്ടിയതുപോലെ നിന്നെ വയറിൻ്റെ മുകളിൽ കെട്ടാൻ പോവുക. അയ്യോ,
ഈശ്വര, ഒരു വട്ടം കരഞ്ഞിട്ടൊന്നും ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല, ഇനിയിപ്പോൾ രണ്ടാം വട്ടം വേണ്ടി വരുമോ? അമ്മ എന്നെ ഒരെല്ലാം മുകളിൽ കെട്ടിയിടരുത്, ഇന്ന് കുറേ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സുധാമാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്നൊരു പ്രത്യേക കളിയുണ്ട്, രാമജ്യേഷ്ഠൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇന്നത്തെ ലീലകൾ മുഴുവനും ഇല്ലാണ്ടാവും, അതുകൊണ്ട് കെട്ടൻ ഇതൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുക. അപ്പം യശോദ കെട്ടാൻ പോവുക. ഈശ്വര, കുടുങ്ങി. ഇല്ല, കുടുങ്ങാൻ പോവുക. ആര്? ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ കുടുങ്ങിയത് ഇതുവരെ കേട്ടില്ലല്ലോ. നമ്മളൊക്കെ കുടുങ്ങിയിട്ടാണല്ലോ നമ്മൾ ഈ ദേവരടുത്തേക്ക് വന്നത്. എന്നാൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുടുങ്ങിയ ഗുരുവായൂരപ്പൻ്റെ കഥയാണ്. ഇങ്ങനെ ഭഗവാനെ കൊടുക്കാൻ ഭക്തന്മാർക്ക് കണ്ട കഴിയില്ല, അല്ലേ? ഭക്തന്മാർ ആരെ കൊടുക്കും? ഭഗവാനെ കൊടുക്കും. അതാണ് ശ്രീ ശിവബ്രഹ്മർഷി കഥ പറയുമ്പോൾ യശോദയെ പറ്റി പറയട്ടെ. എന്താണെന്നറിയോ? നേമം വിരിഞ്ചോ, ബ്രഹ്മാവിന് ഇത്രയും വലിയ പ്രസാദം കിട്ടിയിട്ടില്ല. എന്ന ഭവഹ, സാക്ഷാൽ ശ്രീപരമേശ്വരന് ഇങ്ങനത്തെ ഒരു പ്രസാദം കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് പ്രസാദം കിട്ടാൻ പോവുക. ഈ പൂജയൊക്കെ കഴിഞ്ഞ അവസാനമല്ലേ പ്രസാദം കൊടുക്കുക. അപ്പോൾ കൃഷ്ണാവതാരത്തിൽ ഇന്നത്തെ പൂജയൊക്കെ നേരെ ഉച്ചയായിട്ടോ. രാവിലെ എപ്പം തുടങ്ങിയതാ ലീല? 3 മണിക്ക് തുടങ്ങിയതാ ഈ ലീല. നേരെ എത്രയായി എന്നാ വിചാരം? നേരം 12 മണിയാ പറയും ഉച്ചപൂജയാണ്. അപ്പോൾ ഉച്ചപൂജ ആയപ്പം ഭഗവാൻ വിചാരിച്ചു ഇനി അമ്മയ്ക്ക് പ്രസാദം കൊടുക്കാം. ഇനി പ്രസാദം കൊടുക്കാൻ പോവുക. എന്താ അമ്മയ്ക്ക് പ്രസാദം കൊടുക്കണ കൊണ്ടു. അപ്പോൾ യശോദ എന്ത് ചെയ്തു? യശോദ കണ്ണനോട് പറഞ്ഞു, നീ ഒന്ന് അടുത്തേക്ക് നിൽക്ക്. ബ്രഹ്മാവിന് ഇങ്ങനത്തെ പ്രസാദം കിട്ടിയിട്ടില്ല. ശ്രീപരമേശ്വരന് പ്രസാദം കിട്ടിയിട്ടില്ല. ലക്ഷ്മി ദേവിക്ക് എത്രയോ കാലം ഭഗവാന്റെ കൂടെ ഇരുന്നിട്ടും ഇങ്ങനൊരു പ്രസാദം കിട്ടിയിട്ടില്ല. പക്ഷേ ഗോപികയ്ക്ക്, ഈ യശോദയ്ക്ക് ശ്രീകൃഷ്ണനിൽ നിന്ന്, തൻ്റെ ഉണ്ണിയിൽ നിന്ന് നല്ലൊരു പ്രസാദം കിട്ടിയ കഥയാണ് ഇനി പറയാൻ പോണത്. ആ പ്രസാദം കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? പിന്നെ അമ്പലത്തിൽ നിൽക്കണ്ടല്ലോ. പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ വേഗം അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവാം. അപ്പം നമ്മളിനി ആ യശോദ എങ്ങനെയാണ് പ്രസാദം വാങ്ങിയത് നമുക്ക് നോക്കാം. യശോദ എന്ത് ചെയ്തു? ആ നിലത്തിരിക്കുക യശോദ. വയ്യ, എത്ര നേരെ ഓടി നടക്കണോ. ആ കണ്ണനെ അടുത്തേക്ക് പിടിച്ചു. എന്നിട്ട് ആ കണ്ണൻ്റെ മുഖത്ത് നോക്കി കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? കെട്ടിയിടാൻ വയറിൻ്റെ മുകളിൽ കെട്ടാൻ പോവുകയെന്ന്. എന്നിട്ട് ആ ഉരലിൻ്റെ മുകളിൽ ഇങ്ങനെ ബാക്കിയുള്ള ആ കയറ് കൊണ്ട് ആ ഉണ്ണിയുടെ വയറിൻ്റെ മുകളിൽ യശോദ കെട്ടി വേഗം ഇങ്ങോട്ട് പോവാന്ന്. ജവേന, വേഗം പോവാന്ന് വിചാരിച്ചതാ. ഭഗവാൻ വിചാരിച്ചു ജവേന ജവേന ജവേണ്ട, അത് വേണ്ട. എന്ത് ചെയ്തു എന്നല്ലേ? പെട്ടെന്ന് ഭഗവാൻ ഇന്ന് രാവിലെ ഭഗവാൻ ഈറ്റപ്പം എന്താ വിചാരിച്ചത്? മറന്നുപോയി. ഇന്ന് രാവിലെ ഗുരുവായൂരപ്പൻ രാവിലെ തന്നെ അമ്പാടിയിൽ നിന്ന് എഴുന്നേറ്റപ്പം എന്താ വിചാരിച്ചത്? ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാകുന്നു എന്നാണ് വിചാരിച്ചത്. അമ്മയ്ക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഈ രാവിലെ വരുന്ന ചിന്ത കുറേ നേരം ആവർത്തിച്ചു വരുമത്രേ. അപ്പോൾ അമ്മ കെട്ടാൻ നോക്കിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു എന്ത്? ഞാൻ സാക്ഷാൽ വിശ്വവിരാട് സ്വരൂപിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വവിരാട് സ്വരൂപി പറഞ്ഞാൽ എന്താ? അമ്മ കെട്ടാൻ പോവല്ലേ? ഈ വിശ്വവിരാട് സ്വരൂപിയെ കെട്ടാൻ പറ്റുമോ? ഭഗവാൻ ലീലയുടെ 2ാം ഭാഗം തുടങ്ങി. അപ്പോൾ ഭക്തന്മാരെന്താ ചെയ്യുക? ഓരോരോ അധ്യായം കഴിഞ്ഞാലും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം അല്ലേ? ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ അർദ്ധനവമോധ്യായ. അങ്ങനല്ല തിരുമേനി? അർദ്ധനവമോധ്യായം എന്നൊരുണ്ട്. നവമോധ്യായം മുഴുവനാവാതെ അത് ഏകദേശം പകുതിയായി. ഇനി അതിൻ്റെ ബാക്കിയുള്ള അർദ്ധനവമാണ്. ഇപ്പം നവമോധ്യായം കുറച്ച് കേട്ടു, ശ്രീമദ് ഭാഗവതേ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കട്ടെ. ഈ നാടകത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പ്രിയപ്പെട്ട ഭാഗവത കുതുകികളെ, ഇതാ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ആടുന്ന ഈ നാടകത്തിൻ്റെ അടുത്ത ഒരു ഭാഗത്തോടുകൂടി ഈ നാടകത്തിന് തിരശ്ശീല വീഴുന്നതാണ് എന്നൊക്കെ നാടകം കളിക്കുന്നവർ പറയാറില്ലേ? ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, ഈ ശ്രീകൃഷ്ണലീല നാടകത്തിൻ്റെ 1ാം ഭാഗം ഇവിടെ പൂർത്തിയാവുന്നു. ഇതാ തിരശ്ശീല ഉയരുന്നു. 2ാം ഭാഗത്തോടുകൂടി ഈ ലീലാ നാടകം അവസാനിച്ച് അടുത്ത ലീലാ നാടകം ഉടനെ ആരംഭിക്കുന്നതാണ്. അതെന്താ? അവിടെ ഉത്സവ എവിടെ? ഈ ചില വേദിയിൽ കണ്ടില്ലേ, എന്താണെന്നറിയോ? ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് തിരശ്ശീല കണ്ട് താഴുമ്പോഴേക്കും
അടുത്ത പരിപാടി തുടങ്ങി. അവിടെ എന്തില്ല, രണ്ട് പരിപാടികളുടെ ഇടയിൽ ഒരു നിമിഷം പോലും കളയാതെ ശ്രോതാക്കളെ ആനന്ദിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ ഗുരുവായൂരപ്പന്? അതാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രതിനിമിഷ നവീനായ, ഓരോരോ നിമിഷവും ഭഗവാൻ ലീലകളാടുന്നത് കേട്ടിരുന്നോളൂ. തിരശീല പൊങ്ങി. ഇപ്പം എന്താ കണ്ണെന്നറിയോ? യശോദ ഉണ്ണിയെ ഇങ്ങനെ കെട്ടാൻ നോക്കുകയാണ്. കെട്ടാൻ നോക്കിയപ്പോൾ മനസ്സിലായത് 2 വിരൽ നീളം കുറവ്. ഈശ്വര, അതെന്താ അപ്പം അത്? അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു യശോദ? നമ്മളൊക്കെ എന്താ ചെയ്യുക? നീളം കുറവ് എടുത്തൊരു കയറ് കൊണ്ടുവന്നു, വീണ്ടും കെട്ടാൻ നോക്കി. ദ്യങ്കുലോനം, 2 വിരൽ നീളം കുറവ്. എത്രയോ കയറ് ഏച്ചു കൂട്ടിയിട്ടും കെട്ടാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ യശോദ എന്താ ചെയ്യുക? നമ്മളെന്താ ചെയ്യുക? അടുത്ത ആൾക്കാരെയൊക്കെ വിളിക്കുക, ഒരു കയറ് കൊണ്ട് ഒറ്റ കയറ്, ആ കയറും കൂടെ എടുക്ക് എന്ന് പറയില്ലേ? നമ്മളാണെങ്കിൽ ഈ ലൗകികന്മാരൊക്കെ ചെയ്യണത് പോലെ അലൗകികനായ ഭഗവാനോട് ചെയ്യാൻ നോക്കുക. ലൗകികനല്ല, ഭാഗവതം ലൗകികമേ അല്ല. അലൗകികോയം മഹിമ മുനീശ്വരാഹ സപ്താഹജന്യോദ്യ. ഈ സപ്താഹത്തിൽ നിന്നുണ്ടാവുന്ന ഈ മഹിമ അലൗകികമാണ്. അപ്പം അടുത്തുള്ള ഗോപികമാരൊക്കെ വന്നു. എല്ലാവരും ഇപ്പം നടുക്കാരാണുള്ളത്. ഗോപികമാരൊക്കെ കയറുമായിട്ടാണ് വന്നത്. നടുക്ക് യശോദയുണ്ട്, കണ്ണനുണ്ട്, വിരലുണ്ട്. കൊണ്ടുവരുന്ന കയറുകളൊക്കെ ഇങ്ങനെ ഏച്ചു കൂട്ടുന്നുണ്ട്. ഈ ചെറിയ കണ്ണൻ വലുതാവണില്ല. കണ്ണന് ചെറിയ കണ്ണൻ വലുതാവണേ ഇല്ല. എത്രയായിട്ടും ആരെ കെട്ടാൻ പറ്റണില്ല? ഭഗവാനെ കെട്ടാൻ പറ്റണില്ല. അപ്പോഴാണ് യശോദ ഇങ്ങനെ പരിശ്രമിച്ചിട്ടൊക്കെ വെറുതെ ആയപ്പോൾ ഗോപികമാരിങ്ങനെ പറയുന്നുണ്ട്, യശോദേ, ഞങ്ങൾ പറയാറില്ലേ നിൻ്റെ ഉണ്ണിക്ക് വികൃതി ഉണ്ടെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് എന്നാണ് പറഞ്ഞില്ലേ നിൻ്റെ ഉണ്ണി എൻ്റെ വീട്ടിൽ വന്നു, എന്നിട്ട് ഞാൻ ആ മുകളിലൊരു ഉറിയിൽ തൂക്കി വെച്ചിരുന്ന ആ വെണ്ണ അവൻ എന്ത് ചെയ്തു എന്നല്ലേ? പീഠനിഷണ്ണ ബാലകകളെ താഴെ പീഠം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറേ കൂട്ടുകാരെയൊക്കെ വെച്ച് ആ മച്ചിൻ്റെ ഉള്ളിൽ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ പാലിൻ്റെ പാത്രത്തിലുള്ള പാല് മുഴുവൻ ഇവൻ കട്ട് കുടിച്ചു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്താ യശോദ എന്നോട് പറഞ്ഞത്? അവൻ അങ്ങനെ വികൃതിയൊന്നുമില്ല. നിനക്കറിയാഞ്ഞിട്ടാ ഗോപികെ. എൻ്റെ അടുത്ത് വന്നാൽ അവൻ എന്തൊരു മിടുക്കനാണെന്നറിയോ? എൻ്റെ ഉണ്ണിയെ പറ്റി ഓരോന്ന് പറയുക. അതെ, പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭാഗവതം കേട്ടാൽ മനസ്സിലാവില്ല. പിന്നെയോ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. അതനുഭവിക്കണമെങ്കിൽ കലഞ്ഞൂരമ്പലത്തിൽ ആ മഹാദേവനെ പോലെ ഇവിടെ വന്നിരിക്കണം. മഹാദേവൻ ഇപ്പോൾ വഴിയായിരിക്കണത്. മഹാദേവ ഇപ്പോൾ കുറേ ദിവസമായിട്ട് 2 രൂപ അത്രേ. 1 രൂപയായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ കലഞ്ഞൂരപ്പൻ ശ്രീകോവിലിൽ ഇരിക്കണു. ഇവിടെ ഭാഗവതം ഉണ്ടെന്ന് കേട്ടിട്ട് കലഞ്ഞൂരപ്പൻ മറ്റൊരു വേഷം കെട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിച്ചു, എങ്ങടാ പോണു? പാർവതിയോട് ശിവൻ പറഞ്ഞു, ഞാനേ ഭാഗവതം കേൾക്കാൻ പോവുക. എന്നാൽ ഞാനും ഉണ്ട്. എന്നിട്ട് അകത്തിരിക്കുന്ന 2 ആളും കൂടി എന്താ ചെയ്തത്? വേഷം മാറി ഇവിടെ സപ്താഹം നടക്കുന്ന മണ്ഡപത്തിൽ 2 ആളും വന്നിരുന്ന എന്തൊരു ഇഷ്ടമാണെന്നറിയോ? പാർവതീ പരമേശ്വരന്മാർക്ക് ഈ ഭാഗവതം തന്നെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേറെ പരമാനന്ദം വേറെയില്ല. അത് എത്ര പേരാ ഭാഗവതം കേൾക്കണമെന്നല്ലേ? ഇവിടെ പമ്പാടിയിൽ ഈ ഗോപികമാര് മുഴുവനും യശോദയോട് പറഞ്ഞപ്പോൾ യശോദ പറയാണ്, എന്ത് ഇപ്പോഴാ യശോദ മിണ്ടാതെയായത്? ഇപ്പം യശോദയ്ക്ക് മനസ്സിലായി ഇവർ പറയണതൊക്കെ ശരിയാണ്. ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അനുഭവിക്കുമ്പം മനസ്സിലാവും. അപ്പം അനുഭവിക്കണ്ടേ? അനുഭവൈക വേദ്യനാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരാരെ പറ്റി പറയും? ഭഗവാനെ പറ്റി പറയും. അനുഭവിച്ചാലേ കൃഷ്ണനാരാന്ന് മനസ്സിലാവുള്ളൂ. അനുഭവിച്ചാലേ ഭാഗവതം എന്താണെന്ന് 4-5 തുള്ളിയെ കാതാസ്വദിച്ചുള്ളൂ. കാലടി മണ്ണിലൂറയ്ക്കാതായി. ശ്രദ്ധയോടെ ഭാഗവതം ഒരു 4-5 തുള്ളി കേട്ടാൽ മതി. അതാണ് അനുഭവം. യശോദയ്ക്ക് മനസ്സിലായി. അപ്പം എന്താ യശോദ ചെയ്തതെന്നല്ലേ? യശോദയൊന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാൻ പോണതൊക്കെ ഗുരുവായൂരപ്പനാ. കണ്ടോളൂ. ഭഗവാൻ അങ്ങനെ നോക്കി. എന്ത് നോക്കി? സ്വമാതു സ്വിന്നഗാത്രായ വിസ്രസ്തകപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ
കൃപയാസീൽ സ്വബന്ധനേ. കണ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുക. പരിശ്രമം സ്വമാതുഹു. നേരത്തെ അമ്മ എന്താ പറഞ്ഞത്? സ്വസുതസ്യ. അമ്മ എന്നെന്താ വിചാരിച്ചത്? എൻ്റെ സ്വന്തം ഉണ്ണിയാണ്, എൻ്റെ സ്വന്തം ഉണ്ണിയാണ്. ഭഗവാനും തോന്നി എന്ത്? സ്വമാതുഹു, ഇതെൻ്റെ സ്വന്തം അമ്മയാണ്. എത്ര നേരം ഈ അമ്മയെ ഞാനിങ്ങനെ വട്ടം കറക്കണമല്ലേ? ഗജേന്ദ്രനെ ഞാൻ ഇത്രയൊന്നും വട്ടം കറക്കിയിട്ടില്ല. ഒരു മുതല കടിച്ചപ്പോഴേ ആ സമാസഹസ്രം വ്യഗമൻ മഹീപദേ സപ്രാണയോ ചിത്രമമം സദാമരാഹ. ഭഗവാന് തോന്നി അന്ന് ഞാൻ ഹരിയായിട്ട് അവതരിച്ചപ്പോൾ ആ ഗജേന്ദ്രനെ പോലും ഞാൻ ഇത്രയിട്ട് വട്ടം കറക്കിയിട്ടില്ല. ഈ അമ്മ എത്ര നേരമായില്ലേ? സുന്നഗാത്രായാഹ. ആ അമ്മയുടെ ശരീരത്തിലൊക്കെ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. വിസ്രസ്ത കബരസ്രജ. കബരം എന്ന് പറഞ്ഞാൽ തലമുടിയാണ്. ആ അമ്മ ഓടി നടന്നിട്ട് ആ തലയിലുണ്ടായിരുന്ന പൂക്കളമൊക്കെ വഴിയിൽ വീണ് പോയിട്ട് ഇപ്പം ആ അമ്മയുടെ തലയിൽ ഒരു പൂവ് പോലും ബാക്കിയില്ല. ആ അമ്മയുടെ പരിശ്രമം ആര് കണ്ടു? ഭഗവാൻ കണ്ടു. സാധകന്മാർ ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ ഭഗവാൻ അങ്ങനെ നോക്കി 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 നിൽക്കത്രേ. അങ്ങനെ നോക്കി 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 നിന്ന് ഭഗവാന് തോന്നും ഇവനെ അനുഗ്രഹിക്കാനുള്ള മുഹൂർത്തമായി. അപ്പോൾ ഭഗവാൻ ഒരു മന്ത്രം ചൊല്ലൂ അത്രേ, സുമുഹൂർത്തമസ്തു. ആ മുഹൂർത്തത്തിലേ ആരനുഗ്രഹിക്കുള്ളൂ? ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ. ഇപ്പം മുഹൂർത്തമായി. അപ്പം എന്താ ഭഗവാൻ കണ്ടത്? ആ അമ്മ ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഭഗവാൻ ഒരിത്തിരി കൃപ ചൊരിഞ്ഞു അമ്മയുടെ നേരെ. അമ്മയ്ക്ക് എന്നെ കെട്ടണോ അമ്മേ എന്ന് ചോദിച്ച് ഭഗവാൻ അടുത്തേക്ക് വന്നപ്പോൾ കൃപ ചൊരിഞ്ഞപ്പോഴാണ് ആ യശോദയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ പട്ടുചരട് കൊണ്ട് ആ കണ്ണൻ്റെ വയറിനോട് ചേർത്തങ്ങോട്ട് കെട്ടി. എന്നിട്ടോ കെട്ടിക്കഴിഞ്ഞിട്ട് യശോദ എങ്ങോട്ടാ പോയത്? നേരെ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആലോചിച്ചു. ഇത്ര നേരം അമ്മ എൻ്റെ അടുത്തിരുന്നിട്ടും അമ്മ ഇപ്പം എങ്ങടാ പോയത്? അവിടെ നന്ദഗോപരുണ്ട്, പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് ഭട്ടബാധര നാരായണീയത്തിൽ ശരിക്കും പറയുന്നുണ്ട്. സ്ഥീയതാം ചിരമുലൂഖലേ. ഭാഗവതം മുഴുവൻ നല്ലപോലെ പഠിച്ച ഭട്ടബാധര നാരായണീയത്തിൽ അങ്ങനെ തന്നെയാണ് പറയണത്. സ്ഥീയതാം ചിരം, നീ കുറേ നേരം ഈ ഒരലും വലിച്ചപടി ഇരിക്കുക എന്നും പറഞ്ഞ്. ചിരാണെങ്കിൽ എന്താ, എനിക്കിനി കുറേ കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് അമ്മ അടുക്കളയിലേക്ക് പോയി. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ ഒരലും വലിച്ചിങ്ങനെ നടക്കുക അല്ലേ? അങ്ങനെ ഒരലും വലിച്ചിങ്ങനെ ഭഗവാൻ നടക്കുമ്പോൾ ഭഗവാന് പെട്ടെന്ന് ഓർമ്മ വന്നു നാരദ മഹർഷിയെ. എന്താ കാരണം എന്നറിയോ? മഹൽസംഗോ ദുരന്വയ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിഷമമുണ്ടാകുമ്പോൾ ആരെയാ സ്മരിക്കേണ്ടത്? മഹാത്മാക്കളെ സ്മരിച്ചാൽ മതി. പെട്ടെന്ന് ഭഗവാനിപ്പോൾ എന്താ ഉണ്ടായത്? വിഷമം. ഭഗവാനെ ഒരലിൻ്റെ മുകളിൽ കെട്ടിയിട്ടു. ഇന്ന് കളികളൊന്നും നടക്കില്ല. ഇന്ന് ശ്രീകൃഷ്ണാവതാരത്തിൽ ബാലലീലകളൊന്നും കാര്യമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭഗവാൻ തടസ്സമായി. അപ്പോൾ ഭഗവാൻ ആരും ഓർമ്മിച്ചു? നാരദ മഹർഷിയെ ഓർമ്മിച്ചു. അവിടെ 2 അർജുന മരങ്ങളെ കണ്ടു. അപ്പോൾ അർജുനനെയും ഓർമ്മിച്ചു. എന്നിട്ട് ഭഗവാൻ ഓർമ്മിക്കുക, എവിടെയാ അർജുന നീ? ഈ മരത്തിൻ്റെ പേര് അർജുന മരം എന്നാണ്. അപ്പോൾ അർജുനൻ പിന്നീട് ഭഗവാന്റെ കൂട്ടുകാരനാവട്ടെ. ഭഗവാൻ അറിയാം, ഞാൻ നാരായണ ഋഷിയായിട്ട് അവതരിച്ചപ്പോൾ എൻ്റെ കൂടെ തന്നെ നര ഋഷിയായിട്ട് അർജുനൻ അവതരിച്ചിട്ടുണ്ട്, പക്ഷേ കാണാനില്ല. അപ്പം അങ്ങനെ എന്താ ചെയ്ത്? 2 മരങ്ങൾ കണ്ടു. ഭഗവാൻ നടന്നുപോയി. ഭഗവാൻ എല്ലാം ഓർമ്മ വന്നു. പണ്ട് നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് മരങ്ങളായി തീർന്ന ആ 2 മരങ്ങളുടെ ഇടയിൽ കൂടെ ഭഗവാൻ നടന്നു. അടുത്തടുത്തുള്ള 2 മരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വലിച്ചപ്പോഴെന്തായി? ആ ഒരൽ അവിടെ അങ്ങനെ തടസ്സമായിട്ട് നിന്നു. അപ്പോഴാണ് ആ 2 മരങ്ങളും പൊട്ടി. ആ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് നളഗോപനും മണിഗ്രീവനും മെല്ലെ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിഭയങ്കരമായൊരു ശബ്ദമാണത്രേ വാസ്തവത്തിൽ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഭക്തന്മാർ പറയാറുണ്ട്, ഭഗവാൻ ആ ശബ്ദം തൻ്റെ കുഞ്ഞിക്കൈയിൽ അവിടെ പിടിച്ചു വെച്ചതുകൊണ്ട് കുറേ നേരത്തേക്ക് ആരും ശബ്ദം കേട്ടില്ല അത്രേ. എന്തൊക്കെ ലീലകളാണ്! സ്വതവേ എങ്ങനെയാണ്? ശബ്ദം ഉണ്ടായാൽ വലിയ താമസമില്ലാണ്ട ശബ്ദം കേൾക്കില്ലേ? പക്ഷേ ഈ മരങ്ങളൊക്കെ പാടെ കടപുഴകി വീണ ശബ്ദം കുറേ നേരത്തേക്ക് ആരും കേട്ടില്ല. ആ സമയത്ത് ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കൈയിൽ എന്താ പിടിച്ചത്?
ശബ്ദം പിടിച്ചു വെച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു അത്ഭുത ബാലകനാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. അത് കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ വർത്തമാനം പറയാം. നളഗോപരനെ കണ്ടു, മണിഗ്രീവനെ കണ്ടു. രണ്ടാളും ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവർ കുബേരൻ്റെ പുത്രന്മാരായിരുന്നു. എന്തോ ചില ദുസ്സംഗമൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇന്നീ സത്സംഗം കിട്ടിയത്. എന്നിട്ട് അവർ ഭഗവാനോട് അവിടുന്ന് പ്രാർത്ഥിച്ചു. അവരെന്താ പ്രാർത്ഥിച്ചത്? വാണീ ഗുണാനുകഥനെ ശ്രവണോ കഥായ ഹസ്തോജ കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ ദിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഭാഗവതത്തിലെ മനോഹരമായ ഒരു ശ്ലോകമാണ്. ദശമസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. മറക്കാതെ ഓർമ്മിച്ചിരിക്കുക. ഇനി മറ്റെല്ലാം മറന്നാലും നമുക്ക് ദിവസേന ഈ കലഞ്ഞൂരപ്പൻ്റെ മുന്നിൽ വന്നാൽ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ അവിടെ ഇരിക്കുന്ന ആ ദേവതയുടെ മുന്നിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന, എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു ശ്ലോകരത്നമാണ് ഈ 10ാമത്തെ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായം. 10:10 എന്ന് പറഞ്ഞാൽ തന്നെ ഈ വായിക്കുന്നവർക്ക് വലിയ ഇഷ്ടമുള്ളൊരു അധ്യായം. 10:9 നമ്മൾ കേട്ടതല്ലേ. 10:9 ഗംഭീരമാണ്. 10:10 അതിനേക്കാൾ ഗംഭീരമാണ്. ആ 10:10 അങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തും? അവിടെ 38ാമത്തെ ശ്ലോകത്തിലെത്തും. അത് ഓർമ്മിക്കുക. 10:10:38. ആ 38 എന്താ പറഞ്ഞത്? നളഗോപരനും മണിഗ്രീവനും ഗംഭീരമായൊരു പ്രാർത്ഥന ചെയ്യുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആ ഉരലിൽ കെട്ടിയിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് കെട്ടഴിക്കാൻ തോന്നിയില്ല അത്രേ. ഈശ്വര, നമ്മളോ ആയിരുന്നു നളഗോപരനോ മണിഗ്രീവനോ എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അല്ല, ഞാനായിരുന്നു ഈ മരത്തിൻ്റെ ഉള്ളിൽ ഞാനായിരുന്നു. ഞാൻ പുറത്തേക്ക് വന്നാൽ ഞാൻ ആദ്യം എന്താ കാണുക? ഒരലിൻ്റെ മുകളിൽ ഇങ്ങനെ വയറിൻ്റെ മുകളിൽ കയറൊക്കെ കെട്ടി നിൽക്കണ കൃഷ്ണനെ കാണില്ലേ? ഒരു കൊച്ചുകുട്ടി ഈ അവസ്ഥയിൽ കാണുമ്പോൾ വേഗം കെട്ടഴിച്ച് കൊടുക്കുകയല്ലേ വേണ്ടത്? നളഗോപരനും ചെയ്തില്ല, മണിഗ്രീവനും ചെയ്തില്ല. വേണ്ടത് വേണ്ട സമയത്ത് തോന്നണില്ല. അവരത് ചെയ്തിട്ടില്ല, അവർക്ക് തോന്നിയതുമില്ല. അവർ ഭഗവാനെ കണ്ടപ്പോൾ അവരെന്താ ചെയ്തത്? വാണിയെ ഗുണാനുകഥനെ. അവർ പറഞ്ഞു, വാണി എന്ന് പറഞ്ഞാൽ വാക്ക്. ഞങ്ങളുടെ വാക്ക് എപ്പോഴും ഭഗവാന്റെ ഗുണാനുകഥനം ചെയ്യണം. പിന്നെ ശ്രവണവും കഥായ, ഞങ്ങളുടെ ചെവി കൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഭഗവാന്റെ കഥ കേൾക്കണം. ഹസ്തോജ കർമ്മസു, ഞങ്ങളുടെ കൈകളെ കൊണ്ട് ഭഗവാന്റെ കൈങ്കര്യം ചെയ്യാൻ കഴിയണം. ഞങ്ങളുടെ മനസ്സ് എപ്പോഴും ഭഗവാനെ അങ്ങയുടെ പാദത്തിലായിരിക്കണം. സ്മൃത്യാം ശിരസ്തവ, ഞങ്ങളുടെ ശിരസ് കൊണ്ട് ഭഗവാനെ നമസ്കരിക്കാൻ കഴിയണം. ദൃഷ്ടി സദാം ദർശനേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് സജ്ജനങ്ങളെയും ഭഗവാനെയും ഭവത്തനൂനാം, സജ്ജനങ്ങളെ ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയണം എന്നൊക്കെ ആര് പ്രാർത്ഥിച്ചു? ആ നളഗോപരനും മണിഗ്രീവനും ഒരേപോലെ പ്രാർത്ഥിച്ചു. ഒരേപോലെ അല്ല പ്രാർത്ഥിച്ചു വെച്ചാൽ എന്താ ഉണ്ടാവുക? നളഗോപര ഉവാച എന്ന് പറഞ്ഞൊരു ശ്ലോകം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മണിഗ്രീവ ഉവാച, അങ്ങനെ 2 ശ്ലോകം വേറെ വേറെ ഉണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. 2 പേരും കൂടി നമ പരമകല്യാണ നമ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പദയേ നമ അനുജാനീഹി നോ ഭൂമം സ്തവാനുചര കിങ്കരോ ദർശനം നോ ഭഗവത ഋഷേരാസീതനുഗ്രഹാൽ. ആ മഹൽ സംഘത്തിൻ്റെ മഹിമയാണ് അവർ പറഞ്ഞത്. നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾക്ക് വൃക്ഷങ്ങളായി ഭഗവാനെ തപസ് ചെയ്യാൻ കഴിഞ്ഞു. ആ തപസ്സിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞു. ഭഗവാൻ 2 പേരെയും അവരുടെ ലോകങ്ങളിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കൈയിലേക്ക് നോക്കി. കുഞ്ഞിക്കൈയിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ടാര്? ശബ്ദം. ഭഗവാൻ ചോദിച്ചു, എൻ്റെ കയ്യിലിരുന്ന് നിനക്ക് വിഷമായോ? ശബ്ദമേ ഇല്ല. ഭഗവാന്റെ കയ്യിലല്ലേ ഇരിക്കണത്? നിന്നെ ഞാൻ പുറത്തേക്ക് വിടാൻ പോവുകയാണ്. എന്നിട്ട് ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കൈയിൽ ഒതുക്കി വെച്ച ആ ശബ്ദത്തെ ഭഗവാൻ എത്ര പേർക്കാ ഭഗവാൻ മോക്ഷം കൊടുക്കണതല്ലേ? നളഗോപരന്, മണിഗ്രീവന്, ഒരുപാട് പേർക്ക് ആ കയ്യിൽ പിടിച്ച ആ ശബ്ദത്തിന്, ശബ്ദവീചികൾക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറയണത് എന്താണെന്നല്ലേ? കേട്ടോളൂ. പൊട്ടിച്ചാടുന്ന വൃക്ഷധ്വനി ചട്ടചട്ടിതം കേട്ടു ഞെട്ടിപ്പുറപ്പെട്ടൊട്ടേടം വന്നു നന്ദാദികൾ
അവശതയാ നിന്നു നോക്കും ദശായാം പുഷ്ടശ്രീകേളിരംഗസ്ഥലതനുമുടയോ നഷ്ടലോകാധിപന്മാർക്ക് ഇഷ്ടം നൽകുന്ന മായാമയൻ ഉരലുമിഴച്ചെത്തിനാനത്തലോടെ. ആ ശബ്ദം എപ്പോഴാത്രേ അവർക്ക് അമ്പാടി മുഴുവൻ ഈ വലിയ 2 മരങ്ങൾ വീഴണ ശബ്ദം കേട്ടു. മുമ്പ് മരം വീണപ്പോഴാ പൂതന വന്നത്. യശോദയ്ക്ക് പേടിയായി. ഉണ്ണിയെ ഒരലിൻ്റെ മുകളിൽ കെട്ടിയിട്ടാ വന്നത്. അമ്പാടി മുഴുവനും ഭയപ്പെട്ട് പല വഴിക്ക് ഓടിപ്പോയി. നന്ദഗോപരാത്രി ഓടി വന്ന് ആ മരത്തിൻ്റെ ഇടയിൽ, കൊമ്പുകളുടെ ഇടയിൽ ഒരലിൻ്റെ മുകളിൽ കയറോടൊക്കെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന കണ്ണനെ ആര് കണ്ടു? നന്ദഗോപര് കണ്ടപ്പോൾ എന്താ ചെയ്തത്? പ്രഹസദ്വദനോ വിമുമോചഃ. നല്ലൊരു ചിരി കണ്ടപ്പോൾ നന്ദഗോപർക്ക് സകല കാര്യങ്ങളും മനസ്സിലായി. എന്നിട്ട് അടുത്ത് വന്നിട്ടേ എന്താ ചെയ്തത്? പ്രഹസദ്വദനോ വിമുമോചഃ. ഉണ്ണി ഒരുപാട് പേർക്ക് മോക്ഷം കൊടുക്കണ ഉണ്ണിയാണ്. എന്നോട് വസുദേവരെന്നാൾ നികുതി അടയ്ക്കാൻ പോയപ്പോൾ പറഞ്ഞു. സത്യമാണോ? നാളെ ഉണ്ണീനെ ഞാൻ മോചിപ്പിച്ചു തരാം. എത്രയോ 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 ജീവാത്മാക്കൾക്ക് മുക്തി കൊടുക്കുന്ന ആ ഭഗവാന് ഇപ്പം ആരാ മുക്തി കൊടുക്കുക? എന്തൊന്ന് മുക്തി കൊടുക്കുക? ആ കെട്ടിൽ നിന്ന് മോചനം കൊടുക്കണ്ടേ? നന്ദഗോപുരങ്ങൾ വന്ന് നോക്കിയപ്പോഴേ നല്ല കെട്ടാത്രേ കിട്ടിയത്. എങ്ങനെ കെട്ടാൻ പഠിച്ചത്? യശോദ ആ കുഞ്ഞ് വയറിന് മുകളിൽ മുറുക്കി കെട്ടിയിരിക്കുക, അഴിയാണ്ടിരിക്കാനേ. നന്ദഗോപര് വന്നിട്ട് കുറേ നേരം അതങ്ങോട്ട് പരിശ്രമിച്ച് എന്ത് ചെയ്തു? ആ കെട്ടങ്ങോട്ട് അഴിച്ചു കൊടുത്തു, വാരിയെടുത്തു. എന്നിട്ട് മറോട് ചേർത്ത് ആ നന്ദഗോപര് ആ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച ഈ ചിത്രം മറക്കാണ്ടിരിക്കുക. എത്ര ചിത്രങ്ങളാണല്ലേ ഭക്തന്മാർക്ക് വേണ്ടി അനേകം ചിത്രങ്ങളാണ് ഈ ഭാഗവതമാകുന്ന ഈ മഹാപുരാണത്തിൽ വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തിലൊക്കെ നമ്മൾ പതിപ്പിച്ചു വെക്കേണ്ടത്. അങ്ങനെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചാൽ കണ്ണങ്ങോട്ട് അടച്ചാൽ പിന്നെ എന്താ കാണുക? കണ്ണടച്ചു അവനവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. ഹൃദയമാകുന്ന അതിന് ഭിത്തി എത്രയോ വലുതാത്രേ, ആകാശം പോലെ പരന്നതാണ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഭക്തന്മാർ അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഉലൂഖലബന്ധനം ഇങ്ങനെയുള്ള നിരവധി ശ്രീകൃഷ്ണ ചിത്രങ്ങളല്ലാതെ അവർക്ക് മറ്റൊന്നും അവരുടെ ഹൃദയത്തിൽ കാണാൻ കഴിയുകയില്ല. അപ്പോഴാണ് ഹൃദയം നിറയെ ഭഗവാന്റെ ലീലകളാകുമ്പോൾ ഹൃദയം എന്തായിട്ട് മാറുന്നു? ഒരു വൃന്ദാവനമായിട്ട് മാറുന്നു. ആ വൃന്ദാവനത്തിലേക്കാണ് ഇനി ഭഗവാൻ ഒരു യാത്ര ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ യാത്ര ചെയ്ത് വൃന്ദാവനത്തിൽ ചെന്നിട്ട് പിന്നെ അവിടെ മറ്റൊരു ലീലാസമുദ്രം. എത്രയെത്ര ലീലാസമുദ്രങ്ങളാല്ലേ. അപ്പോൾ ബൃഹദ്വനത്തിലെ ലീലാസമുദ്രം, അത് കഴിഞ്ഞ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വൃന്ദാവന ലീലകളാകുന്ന മറ്റൊരു സമുദ്രം. അവിടെ ഭഗവാൻ അനേകം ലീലകൾ ആടുന്ന കാലത്ത് വൃന്ദാവനത്തിലൊരു പശു വന്നു അത്രേ. നമ്മുടെ ഇവിടെ ഒരു പശുക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? ഇവിടെ ഈ സപ്താഹമൊക്കെ കഴിയണ സമയത്ത് ഇവിടെ ഒരു പശുക്കുട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തിരിക്കുക. ആ പശുക്കുട്ടിക്ക് ഗൗരിയുടെ നിറമാവോ, ഗൗരനിറമാണോ, വെളുത്ത നിറമാണോ, നെറ്റിയിൽ പൊട്ടുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക. കാരണം ഇവിടെ ഈ കലഞ്ഞൂർ അമ്പലത്തിൽ ഈ സപ്താഹങ്ങൾ പൂർണ്ണമാവുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു പശുക്കുട്ടിയെ കാണാം. ആ പശുക്കുട്ടി ഇവിടെ വരും എന്ന് പറഞ്ഞാൽ വരും. ഒരു പശുക്കുട്ടി ഇവിടെ വരാൻ പോണ്ട്. അപ്പം അവിടെ ധാരാളം പശുക്കുട്ടികളെ മേച്ചു നടന്ന ഭഗവാൻ വലിയ ഒരു പശുവിനെ കണ്ടു. ആ പശുവിൻ്റെ പേര് സുരഭി. ഇവിടെ നിന്നും വന്നതല്ല, ഗോലോകത്തിൽ നിന്ന് വന്ന ആ വലിയ പശു ഒരിക്കൽ ഭഗവാൻ അഭിഷേകം ചെയ്തു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഗോവിന്ദാഭിഷേകം എന്നുള്ള ലീലയാണ്. എന്തപ്പം ഞാൻ ചെയ്യല്ലേ? വായന എവിടെയോ എത്തിക്കിടക്കണോ, കഥ പറയണത് എവിടെയോ എത്തിക്കിടക്കണോ. പിന്നെ നമ്മൾ വായിക്കാൻ പോകണത് എന്താ? ഇനി വായിക്കാൻ പോകണം. എല്ലാവരും ആ ഗ്രന്ഥം എടുത്തോളൂ. ആ ഗ്രന്ഥത്തിൽ ഇനി നമ്മൾ ആ പശു വന്ന് ആ ചെറിയ ഉണ്ണിയെ, ഏകദേശം 7 വയസ്സ് പ്രായമുള്ള കൃഷ്ണനെ അഭിഷേകം ചെയ്യുന്ന ഗോവിന്ദാഭിഷേകമാണ് ഇനി വായിക്കുന്നത്. കൃഷ്ണാവതാരത്തിൽ ഏറ്റവും ചാരുതയാർന്ന ഒരു ലീലയാണ് ഗോവിന്ദാഭിഷേകം. ഭക്തന്മാരിവിടെ പാല് കൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ആ പാല് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് അല്പനിമിഷങ്ങൾക്കകം നമുക്കെല്ലാവർക്കും കാണാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ